السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ബഹുമാനികളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തലപ്പെരുമണ്ണ മുഈനുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിക്കപ്പെട്ട ഇഷ്കെ മദീന നബിദിന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള നസീഹത്തു സ്വബാഹിലാണ് ഞാനും നിങ്ങളും സംഗമിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം ഒരിക്കൽ കൂടി നമുക്ക് സമാഗതമായിരിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിൻ്റെ ഒരു വസന്തകാലത്താണ് നിത്യവസന്തമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചത്. റബീഉ എന്നാൽ വസന്തം, വസന്തമെന്നാൽ പൂക്കാലം എന്നാണല്ലോ അർത്ഥം. അതെ, ഈ ഭൂമിയാകെ സസ്യങ്ങളും പൂക്കളും നിറഞ്ഞ് ഭൂമി സൗന്ദര്യാലങ്കൃതമായ ഒരു കാലത്താണ് ആ പൂവ് വിരിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒരു മനുഷ്യൻ്റെ അവിഭാജ്യ ഘടകമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവുമധികം ഇഷ്ടം ഉണ്ടായേക്കാവുന്ന 8 വസ്തുക്കളെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, ഇവയിലേതെങ്കിലും ഒന്ന് അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്കിഷ്ടം തോന്നിയാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നൽകുന്നു. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇതാണ് ഒരു മുസൽമാൻ്റെ അടിസ്ഥാനം. എല്ലാറ്റിനേക്കാളും അവൻ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയുമാണ്. ഒരു വിശ്വാസിക്ക് ഏറ്റവുമധികം അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുക ആ വിശ്വാസിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ അളവുകോൽ അനുസരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽ ഏറ്റവുമധികം അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. സിദ്ദീഖ് തങ്ങൾ തന്നെയാണ് ഉമ്മത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിയും. ഒരിക്കൽ മക്ക മുശ്രിക്കുകളുടെ അക്രമം സഹിക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ഹിജറ പോകാൻ അനുവാദം ചോദിച്ചു. നബി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ലാ തഅജൽ ലഅല്ലല്ലാഹ യജ്അലു ലക സ്വഹിബ. അബൂബക്കറെ, നിങ്ങൾ ധൃതി കാണിക്കരുത്. അള്ളാഹു താങ്കൾക്ക് ഒരു കൂട്ടുകാരനെ സമ്മാനിച്ചേക്കാം. ആ കൂട്ടുകാരൻ്റെ കൂടെ ഹിജറ പോകുന്നതായിരിക്കും അങ്ങേക്ക് നല്ലതെന്ന്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജറ പോകാൻ അനുവാദം നൽകിയപ്പോൾ ആ വിവരമറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ സവിധത്തിലെത്തി. സന്തോഷം കൊണ്ട് സിദ്ദീഖ് തങ്ങൾ നബിയോട് ചോദിച്ചു, അസ്സുഹ്ബത്തു യാ റസൂലല്ലാഹ്, ഈ ഹിജറയിൽ ഞാനും താങ്കളുടെ കൂടെ അനുഗമിക്കട്ടെയോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, അസ്സുഹ്ബ, താങ്കൾക്ക് എൻ്റെ കൂടെ അനുഗമിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവിടുത്തെ പ്രിയപ്പെട്ട പുത്രി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എൻ്റെ ഉപ്പ സന്തോഷം കൊണ്ട് ആ ദിവസം കരഞ്ഞ അത്ര മറ്റൊരു ദിവസവും കരഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല എന്ന്. ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹിജറ പോകുന്ന അർദ്ധരാത്രിയിലെ നിമിഷങ്ങളെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്.
ചിലപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിയുടെ മുമ്പിലൂടെ നടക്കും, പെട്ടെന്ന് നബിയുടെ പിറകിലേക്ക് നടക്കും, പിന്നെ വലതുഭാഗത്തേക്ക് മാറി നടക്കും, പിന്നെ ഇടതുഭാഗത്തേക്ക് മാറി നടക്കും. സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും പോറലേൽക്കേണ്ടി വന്നാലും നബി തിരുമേനിക്കൊരു പോറലുമേൽക്കരുതെന്ന അതിയായ ആഗ്രഹവും കരുതലും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാത്തു സൂക്ഷിച്ചുവെന്നാണ്. സൗർ ഗുഹയിലെത്തിയപ്പോഴും പാമ്പിന്റെ വിഷമേറ്റ് ഓരോ രോമകൂപങ്ങളിലും വേദന അനുഭവപ്പെട്ട് പ്രയാസപ്പെടുമ്പോഴും എൻ്റെ തിരുനബിക്ക് മറ്റൊന്നും സംഭവിക്കരുതെന്ന കരുതലോടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ഗുഹയിൽ കഴിഞ്ഞത്. തൻ്റെ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം പിതാവിനേക്കാളും സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയെ സ്നേഹിച്ചുവെന്ന് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. മക്ക ഫത്ഹ് ദിവസം തൻ്റെ വയോവൃദ്ധനായ പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വരാൻ സന്നദ്ധനായപ്പോൾ കണ്ണു കാണാത്ത, താടിയും തലയും പൂർണ്ണമായും നിറച്ച, സ്വന്തമായി നടക്കാൻ കഴിയാത്ത തൻ്റെ പിതാവിനെ തിരുനബിയുടെ സന്നിധിയിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലാ തറക്ത ശൈഖ ഹത്താ നഅ്തിയഹു, ആ വയോവൃദ്ധനായ പിതാവിനെ അവിടെ ഇരുത്തിയാൽ പോരായിരുന്നോ സിദ്ദീഖേ, ഞാനങ്ങോട്ട് വരുമായിരുന്നില്ലേ എന്ന്. സിദ്ദീഖ് തങ്ങൾ അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് സിദ്ദീഖേ നീ കരയുന്നത്? സന്തോഷം കൊണ്ട് കരയുകയാണ്. പക്ഷേ എനിക്കെൻ്റെ പിതാവ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനേക്കാൾ വലിയ സന്തോഷം അങ്ങയുടെ പിതൃതുല്യനായ അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വരുന്നതിലാണ്. അങ്ങേക്കങ്ങനെയല്ലേ നബിയെ? എൻ്റെ പിതാവ് ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ അബൂ ത്വാലിബ് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിലല്ലേ നബിയെ താങ്കൾക്ക് സന്തോഷമുണ്ടാവുക? അതിലാണ് എനിക്കും സന്തോഷമെന്ന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പറഞ്ഞു, സ്വദഖതയാ അബാബക്കർ എന്ന്. അത്രമേൽ നബിയെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിഞ്ഞതെങ്കിൽ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളൊക്കെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഹബീബിനെയുമാണ്. ഇന്നത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് എന്ത്?